അത് സുഹൃത്തുക്കളെ, ഞങ്ങൾ നാടുവാണി ഇക്കോ ടൂറിസം എന്ന ഒരു സ്ഥലമൊക്കെ കണ്ടുവരികയാണ്. ഗുഡല്ലൂർ എന്ന ഭാഗത്ത് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയാണ്. തലശ്ശേരി തക്കാര അല്ലേ, തക്കാരം, തലശ്ശേരി തക്കാരം എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ഞങ്ങൾ കയറിയിരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ. ഇവിടെ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ നിങ്ങൾ? ഞങ്ങൾ ഇടയ്ക്ക് ഒക്കെ ഊട്ടിയിലൊക്കെ പോയി വളരെ ഭക്ഷണം കഴിച്ചു പോകാം. പിന്നെ ഇവരെന്നെ ഹോട്ടലിൽ ഊട്ടിയിലുണ്ട്. അപ്പോൾ അത് നല്ല ഭക്ഷണമാണ്. അപ്പോൾ പല ഭാഗത്തുണ്ട്. പല ഭാഗത്തുണ്ട്. ബാംഗ്ലൂരുണ്ടോ? ബാംഗ്ലൂർ ഉണ്ട്, പിന്നെ ഇവരൊക്കെ ഉണ്ട്. നമ്മൾ ബാംഗ്ലൂരൊക്കെ പോയാൽ തലശ്ശേരി തക്കാളത്തുനിന്നാണ് കഴിക്കൽ. ഫുഡ് കിട്ടുമല്ലോ. മലയാളി ഫുഡ്. രാമേട്ടൻ ആൾ മോശമില്ല കേട്ടോ, നമ്മളറിയാതെ തന്നെ അതിങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് പല ഭാഗങ്ങളും. തലശ്ശേരി തക്കാരം. ഓക്കെ, അപ്പം നമ്മൾ സാധാരണ ഫുഡിനാണ് ഇപ്രാവശ്യം ഓർഡർ ചെയ്തിരിക്കുന്നത്. സാധാരണ ചോറും പിന്നെ അവരെന്തൊക്കെ എക്സ്ട്രാ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സാധാരണ ചോറാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, വന്നിട്ട് നോക്കാം. വിഭവങ്ങളെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. സാധാ ഫുഡാട്ടോ. സാമ്പാറാ, രസം, മീൻ മീൻചാറല്ലേ, ഓംലെറ്റ് 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 വിഭവങ്ങളൊക്കെ അടിപൊളിയായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ തുടങ്ങല്ലേ. അതിൽ 3 പാത്രത്തിലാണ് കറി കൊണ്ട് വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട്. ഓക്കെ, ജോണറിൻ്റെ ഓംലെറ്റ്. എനിക്ക് ഓംലെറ്റ് വേണ്ട പറഞ്ഞാൽ ഒരു പീസ് എനിക്ക് തന്നു. അപ്പോൾ താങ്ക്സ് ജോണട്ടൻ. ദിവസമുണ്ട്. പപ്പടം ഒരു പ്രത്യേക തരത്തിലുള്ള പപ്പടം കേട്ടോ. ഇനി സാമ്പാർ എങ്ങനെ നോക്കാം. രസമല്ലേ, കുറച്ച് രസം പാർ നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതിൽ പാത്രത്തിൽ ഇങ്ങനെ കുറേ സാധനങ്ങളെ കൊണ്ടു തന്നില്ല. ഒന്ന് എടുത്ത് കഴിച്ചു നോക്കാം. എക്സലൻ്റ്, അടിപൊളി. ഓംലേറ്റൊക്കെ നല്ല രസമുണ്ട്. സൂപ്പർ, നല്ല ടേസ്റ്റുള്ള ഫുഡാട്ടോ. അപ്പം രാമേട്ടനാണ് ഇത് റെക്കമെൻഡ് ചെയ്തത്. രാമേട്ടാ താങ്ക്സ്. രാമേട്ടൻ അടുക്കളയിൽ ഒന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ